യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശാഖാപരമായ വിഷയങ്ങളിൽ എന്ന പേരിൽ അറിയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് നമ്മൾ മദ്ഹബ് എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ വിവരിക്കപ്പെട്ടതുപോലെ കർമ്മശാസ്ത്രം. ഈ കർമ്മശാസ്ത്രം എന്നത് ഒഴിച്ചാൽ ഇസ്ലാമിന്റെ മികവിന് ഉയർത്തിക്കാണിക്കാൻ പറ്റുന്ന ശാസ്ത്രങ്ങൾ, ഇസ്ലാമിന്റെ മികവിന് ഉയർത്തിക്കാണിക്കാൻ പറ്റുന്നത് മറ്റെന്താണ്? വളരെ പ്രധാനമായ ഈ കർമ്മശാസ്ത്രങ്ങൾ വളരെ വലിയ വിശേഷതകളും വ്യതിരിക്തതകളും ഉൾക്കൊള്ളുന്നുണ്ട്. 4 മദ്ഹബുകളെ ഭാഗ്യവശാൽ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. എന്തുകൊണ്ട്? ഒരുപാട് മദ്ഹബുകൾ മുൻഗാമികളായ പണ്ഡിതന്മാർക്കും ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർക്കും ഉണ്ടായിരുന്നെങ്കിലും അവയൊക്കെ ക്രോഡീകരിക്കപ്പെടാത്തതുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന മദ്ഹബുകൾ 4 ഉള്ളൂ. ഈ 4 മദ്ഹബുകൾ തന്നെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഇസ്ലാമിന്റെ സവിശേഷത വളരെ ഉയർന്നു നിൽക്കുന്നു. ഏതാണ്ട് ഒരു 4 ശരീഅത്തിന്റെ പ്രത്യേകത ഈ 4 മദ്ഹബുകൾക്കുണ്ട്. 4 ശരീഅത്തുകൾ എന്ന പോലെ ഒരു പ്രത്യേകത. ഇത് കേൾക്കുമ്പോ ഓരോ മദ്ഹബിനെ ശരീഅത്താക്കി പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിനെ ഒരുപാട് ശരീഅത്തുകളാകുന്നു എന്നൊന്നും ആരോപിക്കരുത്. ഞാൻ തത്വത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകത വിവരിക്കുകയാണ്. ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്, തങ്ങൾക്ക്, തങ്ങളുടെ ഉമ്മത്തിന് മുൻ സമുദായങ്ങൾക്കില്ലാത്ത, മുൻ പ്രവാചകന്മാർക്കില്ലാത്ത, തങ്ങളുടെ വേദത്തിനും ദീനിനും മുൻ ദീനും ഇല്ലത്തുകൾക്കും മുൻ വേദങ്ങൾക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കറിയാം. ആ പ്രത്യേകതകൾ എണ്ണിയാലൊടുങ്ങില്ല. മദ്ഹബ് സംബന്ധമായി പരിശുദ്ധ ഇസ്ലാമിൽ വന്ന പ്രത്യേകത മാത്രം വിവരിച്ചു മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജസീലുൽ മവാഹിദ് ഫി ഇഖ്തിലാഫിൽ മദാഹിബ് എന്ന ഒരു കുറിച്ച് മിസാലി. ജസീലുൽ മവാഹിദ് ഫി ഇഖ്തിലാഫിൽ മദാഹിബ്. മദ്ഹബുകളുടെ വൈവിധ്യം, ഈ വൈവിധ്യത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിനും ശരീഅത്തിനുള്ള സമ്പൂർണമായ സവിശേഷതയും വ്യതിരിക്തതയുമാണ് ഈ കിതാബിലെ പ്രമേയം. മഹാനായ ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു തങ്ങളും ഇത് സവിസ്തരം പരിപാലിച്ചിട്ടുണ്ട്. ഞാനത് ചില വരികൾ നമുക്ക് ബോധ്യപ്പെടുന്നതിനൊക്കെ മാത്രം വായിക്കാം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അല്ലം അൻഇഖ്തിലാഫുൽ മദാഹിബ് ഫീ ഹാദിഹിൽ മില്ല നിഅമത്തുൻ കബീറ വ ഫളീലത്തുൻ അദീമ. 4 മദ്ഹബുകളാകട്ടെ, അതിനപ്പുറമുള്ള മദ്ഹബുകളാകട്ടെ, ലഭ്യമായത് 4 മദ്ഹബുകളാണ്. ഈ മദ്ഹബുകളിലുള്ള വൈവിധ്യം നമ്മുടെ ഇസ്ലാമിക ശരീഅത്തിനെയും ദീനിനെയും സംബന്ധിച്ച് അതിമഹത്തായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹവും അതിമഹത്തായ ശ്രേഷ്ഠതയും പദവിയുമാണ്. വലഹു സിർറുൻ ലതീഫുൻ അദറകഹുൽ ആലിമൂൻ വഅമിയനുൽ ജാഹിൽ. വിവരദോഷികൾക്ക് തിരിയാത്ത, വിവരദോഷികൾക്ക് മനസ്സിലാകാത്ത, വിവരമുള്ളവർക്ക് നല്ലപോലെ മനസ്സിലായ അതീവ രഹസ്യം ഇങ്ങനെ മദ്ഹബുകൾ ഭിന്നിക്കുകയും മദ്ഹബുകളിൽ വൈവിധ്യമുണ്ടാവുകയും പല മദ്ഹബുകളിൽ ഈ ശരീഅത്തിൽ ഉണ്ടാവുകയും ചെയ്തതിലൂടെ അന്ധന്മാർക്ക് ഇതിന്റെ രഹസ്യങ്ങൾ അറിയില്ല എന്ന് ഞാൻ പറയുന്നതല്ല. ചില വിവരദോഷികളെ ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോൾ അവർ വാചാലരാകുന്നത് അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിശർഇൻ വാഹിദ് ഫമിൻ അയ്ന മനാഹിബു അർബഅ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ശരീഅത്തായിട്ടാ വന്നത്, ഒരു ദീനായിട്ട്. പിന്നെ അവിടെ 4 മദ്ഹബ് എന്ന് വിവരദോഷി ചോദിക്കുന്നു. ഏതാണെന്ന് നോക്കണം. 5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ ഇന്ന് നാം നിലകൊള്ളുന്ന ഹിജ്റയുടെ കാലയളവ് വെച്ചാൽ 5 നൂറ്റാണ്ട് മുൻപ്, 500 വർഷം മുമ്പ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ചില വിവരദോഷികളെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നതായി അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിശർഇൻ വാഹിദിൻ. നബി കൊണ്ടുവന്ന ദീൻ ഒരു ശർഅല്ലേ, ഒരു ഇസ്ലാമല്ലേ. പിന്നെ ഒന്നേ 4 മദ്ഹബ്. നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി. 5 നൂറ്റാണ്ട് മുൻപ് വിവരദോഷികളിൽ നിന്ന് കേട്ടു എന്ന് സുയൂത്തിമാവ് പറഞ്ഞ അത് തന്നെയല്ലേ ഇന്നത്തെ വഹാബികളും പാടുന്നുള്ളൂ. അങ്ങനെ പാടാൻ കിട്ടുള്ളൂ. എത്രയോ നൂറ്റാണ്ട് മുമ്പ് പാടിയതേ അവർ പാടൂ. ആ പാടിയ ഏറ്റവും വൃത്തികെട്ട, വളരെ മോശപ്പെട്ട വിവരക്കേടാണ് നബി കൊണ്ടുവന്നത് ഒരു ശർഅ്. പിന്നെ ഉടനെ 4 മദ്ഹബ്. മഹാനവർകൾ ഇതിന്റെ ലെവൽ വിവരിക്കുക. എന്തുകൊണ്ട് നമ്മുടെ മദ്ഹബിന് എങ്ങനെ ഉണ്ടായി, എങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ മദ്ഹബുകൾ ധാരാളമായി. നമ്മളും നമ്മുടെ ദീനും നമ്മുടെ നബിയും മറ്റുള്ള ഉമ്മത്തിൽ നിന്നും അവരുടെ ദീനിൽ നിന്നും അവരുടെ നബിമാരിൽ നിന്നും കുറെ സവിശേഷതയുള്ളവരാണ്. ആ സവിശേഷതകൾ മഹാൻ ധാരാളം വിവരിച്ചിട്ട് പറയുന്നു, ഫകാനൽ അംബിയാഉ അലൈഹിമുസ്സലാത്തു വസ്സലാം ഖബല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബികൾക്ക് മുൻപുള്ള നബിമാർ യുബഅസു
ഒരൊറ്റ ശരീഅത്ത് കൊണ്ട് ഒരേ വിധിയുമായി മാത്രമാണ് അവരിൽ ഓരോരുത്തരെയും അയച്ചിരുന്നത്. നമ്മുടെ ശരീഅത്തിൽ ഇഷ്ടാനുസരണം ചെയ്യാവുന്ന സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന വിധികളിൽ പോലും ഇടുങ്ങിയ വിധികൾ ഒറ്റ വിധികളായിരുന്നു നമ്മുടെ നബിക്ക് മുമ്പുള്ള പല ശരീഅത്തുകളിലും. നമ്മുടെ നബിക്ക് മുമ്പുള്ള ഒരുപാട് ശരീഅത്തുകളിൽ കുറെ കൂടി വിശാലമായി അറിയപ്പെട്ട ശരീഅത്ത്, നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശരീഅത്തും വേദങ്ങളുടെ ശരീഅത്താണ്. തൗറാത്തിന്റെ ശരീഅത്ത്, ഇഞ്ചീലിന്റെ ശരീഅത്ത്, യഹൂദികളുടെ ശരീഅത്ത്, നസാറാക്കളുടെ ശരീഅത്ത്. ഈ ശരീഅത്തിന്റെ നില തന്നെ നോക്കൂ. ജൂത നിയമത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനാൽ അവതീർണമായ ശരീഅത്തിൽ കൊന്നവനെ കൊല്ലുക, പ്രതിക്രിയ എടുക്കുക, ഇത് ഹറാം. ഈ ഇളം കൊന്നവനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു നിയമം. നസാറാക്കളുടെ ശരീഅത്തിൽ സമ്പത്ത് കൊണ്ടോ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടോ മാത്രം കൊലക്ക് പകരം നിയമമെടുക്കുക എന്നത് അനിവാര്യമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ശരീഅത്തിന്റെ ഇടുക്കമാർന്ന സ്വഭാവങ്ങളിൽ ചിലതാണ്. നാസിഖ് മൻസൂഖ് എന്ന നിലവാരത്തിൽ രണ്ടെണ്ണം അവരില്ല. അതായത് ആദ്യം വന്ന നിയമങ്ങൾ തന്നെ അവസാനം വരെ നിൽക്കുന്നു. ചിലപ്പോൾ കാലോചിതമായ നിയമങ്ങൾ അല്ലാഹു തആല മാറ്റുന്ന അനുഗ്രഹം അവരുടെ ശരീഅത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശരീഅത്തിലുള്ളതുപോലെ. ഇതുകൊണ്ടാണല്ലോ യഹൂദികൾ നസ്ഖ് എന്ന് കേൾക്കുമ്പോഴേക്ക് വല്ലാതെ ബേജാറാകുന്നത്. ഖിബലയെ നസ്ഖ് ചെയ്തുകൊണ്ട് അല്ലാഹു തആലയുടെ റസൂൽ മദീനത്ത് വന്ന ശേഷം അവിടെ നിന്ന് ഖിബല ആയി വെച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് തിരിച്ച് കഅബയിലേക്ക് തിരിച്ചപ്പോൾ അവർ വലിയ കോലാഹലം ഉണ്ടാക്കിയല്ലോ. അതീവ ഗൗരവതരമായ പ്രശ്നമായി അവർ ശരീഅത്തിന്റെ പേരിൽ ഇതിനെ എടുത്തിട്ടല്ലോ. ഇത് ഇതുകൊണ്ടായിരുന്നു. നസ്ഖ് എന്ന ഒന്ന് അവരില്ല. ഒരൊറ്റ മൊഴിയിൽ, ഒരൊറ്റ ഭാഷയിൽ, ഒരൊറ്റ ശൈലിയിലെ അവരുടെ വേദങ്ങൾ പാരായണം ചെയ്യാൻ പറ്റൂ. നമ്മുടേതൊന്നുമല്ല. നമ്മുടെ ഖുർആൻ 7 പ്രസിദ്ധമായ സാഹിത്യ ശൈലിയിലും അറബി ശൈലിയിലും അവതരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൊന്നവനെതിരെ, ആക്രമിച്ചതിനെതിരെ പ്രതിക്രിയ എടുക്കണമെങ്കിലും അതുപോലെ തന്നെ ദിയത്തുകൊണ്ടോ നഷ്ടപരിഹാരം കൊണ്ടോ അവസാനിപ്പിക്കണമെങ്കിലും ഇഷ്ടം ചെയ്യാനുള്ള വകുപ്പ് നമുക്കുണ്ട്. ബോധ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല ആദ്യമുണ്ടാകുന്ന നിയമങ്ങളും ശക്തമായും കുറെ ലളിതമാക്കിയിട്ട് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പല പ്രത്യേകതകളൊന്നും മുൻഗാമികളിലില്ല എന്ന് അദ്ദേഹം തുടർന്ന് വിസ്തരിച്ചു വിവരിച്ച ശേഷം പറയുന്നു. അതിൽപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ശരീഅത്തിന്റെ അകത്ത് അനുവദിക്കപ്പെട്ട ശാഖാപരമായ അഭിപ്രായ വൈജാത്യങ്ങൾ, അഭിപ്രായ വൈരുദ്ധ്യങ്ങൾ, ശാഖാപരമായ മദ്ഹബിന്റെ ഹുക്മുകളിലുള്ള വിവിധമായ മദ്ഹബുകളുടെ അംഗീകരണം. ഇതൊക്കെയും അംഗീകരിക്കുന്നു വന്നത്. നമ്മുടെ ഓരോ മദ്ഹബുകൾ ഓരോ ശരീഅത്ത് പോലെയായി. ഇതിൽ ഓരോന്നും നമ്മുടെ ശരീഅത്തിൽ കൽപ്പിക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട ഒരേ വിധിയെ പോലെ തന്നെ പരിഗണിക്കാൻ പറ്റുന്ന ശരീഅത്തിന്റെ സ്ഥാനമുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് ശരീഅത്തുകൾക്ക് ബദലായി ഈ ശരീഅത്തിനെ തത്വത്തിൽ ഒരുപാട് ശരീഅത്തുകളുടെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന എണ്ണമാർന്ന ശരീഅത്തുകളുടെ സ്ഥാനം നൽകി അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു. ഇതെല്ലാമായാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചിരിക്കുന്നതെന്ന പോലെ ഈ ശരീഅത്തിന് വല്ലാത്ത വിശാലത അല്ലാഹു തആല മൂലം നൽകുന്നു. നബിക്ക് വല്ലാത്ത ഒരു മഹത്തായ പദവിയും മറ്റു നബിയില്ലാത്ത സമ്പൂർണമായ സവിശേഷതയും ആദരമായ നബിക്കിലൂടെയുണ്ട്. എന്നാൽ ശാഫിഈ ഇമാം, അബൂ ഹനീഫ ഇമാം, മാലിക് ഇമാം, ഇമാം, ഈ 4 ഇമാമുകളുടെ വഴിയിലൂടെ ചിന്തിച്ചിട്ട് സ്വാഭാവിക ഗവേഷണം നടത്തിയപ്പോൾ അതിനും വന്നു വൈവിധ്യങ്ങൾ. ഈ വൈവിധ്യങ്ങളൊക്കെയും
മഹത്തായ അനുഗ്രഹമല്ലേ? ഒരേ നിയമമാക്കി വെച്ചിട്ട് അതിന്മേൽ തന്നെ പോകണമെന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചാൽ നമ്മൾ കുഴങ്ങിപ്പോയില്ലേ? ആ കുഴക്ക് അല്ലാഹു തആല ഇല്ലാതാക്കിയതാണ് ഈ ശരീഅത്തിന്റെ സവിശേഷത. അതൊക്കെയും വ്യത്യസ്ത ശരീഅത്തുകളുടെ സ്ഥാനമുള്ള മദ്ഹബുകളാണ് നമ്മുടെ മദ്ഹബ്. അങ്ങനെയുള്ള മദ്ഹബുകള് റസൂലിന്റെ സവിശേഷതയായി, ഈ ഉമ്മത്തിന്റെ സവിശേഷതയായി, ഈ ദീനിന്റെ സവിശേഷതയായി, ഈ ദീനിന് അല്ലാഹു നൽകിയ വേദത്തിന്റെ ഫലമായി, ഈ ദീനിന് അല്ലാഹു നൽകിയിട്ടുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ ഫസീഹായ മൊഴികളുടെ ഫലമായി നമ്മുടെ സമുദായത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ പവിത്രമാർന്ന വൈവിധ്യത്തിന്റെ അനുഗ്രഹം, ഭിന്നിപ്പിലൂടെ കാര്യം നേടാൻ പറ്റുന്ന അനുഗ്രഹം, ഇതൊക്കെ എങ്ങനെ വരുന്നതാണ്? ബോധപൂർവം മനസ്സിലാക്കുമ്പോൾ ന്യായമായ മാർഗ്ഗമാണ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് പല പദവികളുണ്ട്. ആ പദവികളിൽ ഏതു പദവി ഉപയോഗിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചില മൊഴികൾ വന്നത് എന്ന് മനസ്സിലാക്കുന്നതിലുള്ള വൈവിധ്യമാണ് വാസ്തവത്തിൽ മദ്ഹബുകളുടെ വൈവിധ്യം. ഒന്നാകെ വിവരിക്കാൻ നമുക്ക് കഴിയില്ല. മഹാന്മാരായ ചില ഇമാമുകൾ ചില പോയിന്റുകളിൽ മാത്രം ഒതുക്കിയിട്ട് നമ്മുടെ ഈ മദ്ഹബുകളുടെ വൈവിധ്യത്തെ വളരെ സുന്ദരമായി ഉപന്യസിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹുവിന്റെ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ ഒരു ഹദീസ് ഉണ്ടായിട്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മദ്ഹബുകളിൽ വിധി വ്യത്യാസം വന്നത് എങ്ങനെ, ചിന്തയിൽ വരുന്ന വൈവിധ്യം എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ, എന്നാലേ നമുക്ക് വഹാബികളുടെ ബോധ്യവും വഹാബികളുടെ വിവരങ്ങളോടും നല്ലോണം ഒരു ബോധ്യപ്പെടുള്ളൂ. മദ്ഹബ് ബോധിക്കാത്ത ആളുകളുടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്ന് നോക്കി, മൻ അഹ്യാ അർളൻ മൈതതൻ മൻ അഹ്യാ അർളൻ മൈതതൻ ഫഹിയ ഉടമ അറിയപ്പെടാതെ നിൽക്കുന്ന ഏതെങ്കിലും തരിശുഭൂമി ഒരാൾ ചെന്ന് സജീവമാക്കി അയാളത് വിളിച്ച് ശരിയാക്കി നിന്നാൽ അത് അയാൾക്കുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉടമ അറിയപ്പെടാത്ത ഭൂമി ഹയാത്താക്കിയാൽ അത് ഹയാത്താക്കി ആൾക്കുള്ളതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. നമ്മളെ വഹാബി ഈ ഹദീസ് കുറിച്ചാൽ തരിശുഭൂമി ഹയാത്താക്കിയാലുള്ളതാണ് റസൂലിന്റെ വ്യക്തമായ വചനമല്ലേ? ഇതിനെതിരായി അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് പേവാണ്, ഹദീസിന് വിരുദ്ധമാണ് എന്ന് പറയും. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് തരിശുഭൂമിയോ അതുപോലെ തന്നെ ഉടമയില്ലാത്ത ഭൂമിയോ ഏതെങ്കിലും ഒരാള് ഇങ്ങനെ ഹയാത്താക്കി സജീവമാക്കി അയാൾ അതയാത്താക്കി മാറ്റിയാൽ അയാൾ പറയുന്നത് നമ്മളെ മദ്ഹബിൽ ബോധ്യമാണ്. പക്ഷെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ വിധി ഇമാമിന്റെയും ഭരണകൂടത്തിന്റെയും അനുമതി ഇല്ലാതെ നടപ്പാക്കാൻ പറ്റില്ല. ഇമാമിന്റെ അനുമതിയോടുകൂടെ മാത്രമേ മൈതത്തായ ഭൂമി ഹയാത്താക്കിയാൽ കൊണ്ട് അല്ലാതെ ഉടമസ്ഥാധികാരം കിട്ടുന്നതാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ ഹദീസിന്റെ മൂപ്പർക്ക് കിട്ടിയില്ല. വഹാബികൾ മനസ്സിലാക്കാൻ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ ഈ ഹദീസിന്റെ കിതാബൊക്കെ ബില്ലിൽ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ അങ്ങനെയില്ല. ഈ ഹദീസുകളൊക്കെ ലഭ്യമായപ്പോൾ ഹദീസിനെ മനസ്സിലാക്കുന്നതിനുള്ള വീക്ഷണ വ്യത്യാസമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ അഹ്യാ അർളൻ മൈതതൻ ഫഹിയ ലഹു എന്ന് പറയുന്നത് നബിയുടെ ഏത് അധികാരം ഉപയോഗിച്ചാണ്? ഇവിടെയാണ് ഇമാം ശാഫിഈയും ഇമാം അബൂ ഹനീഫയും തമ്മിലുള്ള വൈവിധ്യം, ചിന്തയുടെ വൈവിധ്യം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു മൻ അഹ്യാ അർളൻ മൈതതൻ ഫഹിയ എന്നത് നബി തങ്ങൾ പറയുന്നത് ഏത് ഔദ്യോഗിക കൊണ്ടാണെങ്കിലും ശരി ആ ഹദീസിന്റെ വാക്യത്തിൽ നിന്ന് വാച്യാർത്ഥമായി കിട്ടുന്നത് പ്രകാരം ആരാണോ ഹയാത്താക്കിയത് അവർക്ക് കിട്ടുന്ന മനസ്സിലാക്കേണ്ടത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു ഈ വാക്യ നബി തങ്ങൾ പറഞ്ഞത് നബിയുടെ ഇമാമത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. നബി ഇമാമായിരുന്നു, അങ്ങനെ മനസ്സിലാക്കണോ? നബി നബിയായിരുന്നു, നബി റസൂലായിരുന്നു, നബി ഇമാമായിരുന്നു, നബി മുഫ്തിയായിരുന്നു, നബി ഖാദിയായിരുന്നു, നബി മുജ്തഹിദായിരുന്നു. ഇങ്ങനെ ഒരുപാട് പദവികൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഈ പദവികളിൽ വികാരത്തിൽ നിന്നാണ് നബിയുടെ ഈ വിധി, ഈ സംസാരം, ഇതാണ് ചർച്ച. മഹാനവറുകൾ പറയുന്നത്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് മദീന കേന്ദ്രമാക്കി ഇസ്ലാമിക രാജ്യവും സാമ്രാജ്യവും ഭരിക്കുന്ന ഇമാമാണ് അഷ്റഫുൽ റസൂലുള്ളാഹി. ഇമാം എന്ന നിലവാരത്തിൽ ഇമാമിന്റെ ഒരു വിധി നടപ്പാക്കാനാണ്. ഇമാം എന്ന നിലവാരത്തിൽ നബി തങ്ങൾ വിധി നടപ്പാക്കിയത്
മദീനത്തെ കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമാം എന്ന നിലക്കുള്ള നബിയുടെ ഹുക്മാകുന്നു. ആ ഹുക്മ നടപ്പാക്കാൻ ഒരു ഇമാമ എന്ന നിലയിലുള്ള ഇസ്ലാമിക പിൻഗാമി വരുമ്പോൾ ഇമാമ എന്ന നിലക്കുള്ള ഈ ഹുക്മനെ കൊണ്ട് അങ്ങനെ ഒരു നിയമം പാസാക്കാനും നിയമം പറ്റുള്ളൂ. അബൂ ഹനീഫ. ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലായ നിലയ്ക്ക് തന്നെയുള്ള പ്രസ്താവനയാണിത്. ഈ നെയ്യിന്റെ കാര്യത്തിൽ എടുത്താൽ മതി. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. മൻ ഖതല ഖതീലൻ ഫലഹു സലഫുഹു, മൻ ഖതല ഖതീലൻ ഫലഹു സലഫുഹു. ഇസ്ലാമിക പോരാട്ടത്തിൽ ഒരാളെ കൊന്നാൽ, അവിശ്വാസിയെ കൊന്നാൽ, ആ കൊല്ലപ്പെട്ടവന്റെ അവൻ ആ സമയത്ത് ഉപയോഗിച്ച ഉപകരണങ്ങളും അവന്റെ വസ്ത്രങ്ങളും പഴയയും ഒക്കെ ഖാദികൾ കിട്ടും. ഇത് വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മൊഴിയാണ്. ഈ മൊഴി നബി തങ്ങൾ ഒരു യുദ്ധ നേതാവും ഭരണാധികാരി എന്ന നിലക്ക് പറഞ്ഞതാണോ അതല്ല റസൂൽ എന്ന നിലക്ക് പറഞ്ഞതാണോ? ഇതാണ് വീക്ഷണ വ്യത്യാസം. അവിടെയും ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് റസൂൽ എന്ന നിലക്കുള്ള വീക്ഷണമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരൊരാളെ വിശ്വാസിയെ കൊന്നാലും ആ കൊല്ലപ്പെട്ട അവിശ്വാസിയുടെ ചെലവ് ഘാതകന് കിട്ടുമെന്ന നിയമമുണ്ട്. മറ്റു ചില മദ്ഹബുകാർ പറയുന്നു പറ്റില്ല. ആ നിയമം നബി ഇമാമായതുകൊണ്ട്, യുദ്ധ നേതാവായതുകൊണ്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ യുദ്ധത്തിന്റെ അമീറോ ഇമാമോ പറയാൻ അങ്ങനെ കിട്ടൂല. ഈ രീതിയിലുള്ള മനസ്സിലാക്കലുകൾ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന യഥാർത്ഥ ഗവേഷണത്തിന്റെ ശരി പോയിന്റുകളാണ്. ഈ പോയിന്റുകളൊന്നും അറിയാതെ റസൂലുള്ളാഹിന്റെ ഹദീസിന് വിരുദ്ധമായിട്ട് ചില ഇമാമുകൾ പറഞ്ഞു, ചില ഇമാമുകൾ വിധിച്ചു എന്നൊക്കെ പറഞ്ഞു മദ്ഹബുകളെ പശ്ചാത്തുന്നവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ പ്രത്യേകത ഓർക്കുന്നില്ല. ദീനിന്റെ പ്രത്യേകത വ്യക്തമാക്കിയാണ് നബിതങ്ങൾ പറയുന്നത്, ഇഖ്തിലാഫുൻ നാസ് റഹ്മത്തുൽ ലിൽ ഉമ്മ വഫീ റിവായ ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ, ഇഖ്തിലാഫുൽ ഉലമാ റഹ്മത്തുൽ ലിൽ ഉമ്മ. പണ്ഡിതന്മാർക്കുള്ള വൈവിധ്യം, പണ്ഡിതന്മാർക്കുള്ള വീക്ഷണ വ്യത്യാസം ഈ ഉമ്മത്തിലേക്ക് കരുണയായി അല്ലാഹു തആല തന്നതാകുന്നു എന്ന വസ്തുത ഹദീസിന്റെ പദം എന്തായാലും ഈ വസ്തുത അംഗീകരിക്കാത്തവർ നമ്മുടെ മുസ്ലിം സംഘടനകളിലോ സമൂഹത്തിലോ ഇല്ല. വൈവിധ്യങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ കരുണയുണ്ടെന്ന്. ഈ വൈവിധ്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലെ ഈ പ്രത്യേകത, ഈ വൈവിധ്യങ്ങൾ ഉള്ളടങ്ങുന്ന നിയമങ്ങൾ ഒന്നിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലേക്ക് നൽകുന്ന ഈ സന്തോഷകരമായ കരുണയുടെ അനുഗ്രഹം വാസ്തവത്തിൽ മദ്ഹബുകൾ അവഗണിക്കുന്ന വിഭാഗത്തിൽ ലഭ്യമല്ല എന്നു മാത്രമല്ല, മദ്ഹബുകൾ അവലംബിക്കാതെ, മദ്ഹബുകൾ ഇല്ലാതെ വൈവിധ്യമാർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ പ്രശ്നങ്ങൾ, നാടുകളുടെ പ്രശ്നങ്ങൾ, ആധുനാധുനികമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലൊക്കെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ നിയമങ്ങളും അല്ലാഹുവിന്റെ നടപടികളും അല്ലാഹു തആലയുടെ വിധിവിലക്കുകളും ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മുടെ മദ്ഹബുകളുടെ ചിന്തയില്ലാതെ, മദ്ഹബുകളുടെ ആമുഖങ്ങളില്ലാതെ, മദ്ഹബ് എന്ന ആ കർമ്മശാസ്ത്രത്തിന്റെ തത്വങ്ങളില്ലാതെ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ് മദ്ഹബുകൾക്ക് പകരം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന, ആഹ്വാനം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും പോരാ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ഖുർആനും സുന്നത്തും പോരാ, മദ്ഹബുകൾ തന്നെ വേണമെന്ന് പറയുന്നതായിട്ട് ഈ വാക്കിനെ വ്യാഖ്യാനിക്കരുത്. ഇവിടെ നമ്മൾ പരമ്പരാഗതമായി മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇന്ന് വരെയുള്ള സമൂഹം വിധിവിലക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്ന മദ്ഹബിനെ അവഗണിച്ചുകൊണ്ട്, ആ മദ്ഹബിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനും സുന്നത്തും എന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചു വരുന്നത്, അതായത് ഹദീസിന്റെ കിതാബുകളിലുള്ള കുറെ സുന്നത്ത്, നമ്മളെ വീട്ടിലിരിക്കുന്ന മുസഹഫ്, അവരുടെ വീട്ടിലിരിക്കുന്ന ഈ മുസഹഫിന്റെ പരിഭാഷ, ഇത് വെച്ചിട്ട് നമുക്ക് മദ്ഹബുകൾക്ക് ബദലായി അല്ലാഹു വഴിപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മദ്ഹബുകളിൽ ഉള്ളത് കേവലം അതത് കാലത്തേക്കുള്ള വിധികൾ മാത്രമല്ല, കാലാകാലങ്ങളിലേക്കുള്ള വിധികളാണ്. അന്ത്യനാൾ വരെ മനുഷ്യന്റെ പുരോഗമനങ്ങൾക്കനുസരിച്ച്, മനുഷ്യന്റെ സാധ്യതകൾക്കനുസരിച്ച്, മനുഷ്യന്റെ പുരോഗമനങ്ങൾക്കും ശാസ്ത്രീയ പുരോഗതികൾക്കും മനുഷ്യന്റെ കണ്ടെത്തലുകൾക്കും അനുസരിച്ച് ഏതു കാലത്ത് ഏത് പുരോഗതിയുടെ ഏതു തലത്തിൽ ആലോചിച്ചാലും അല്ലാഹുവിന്റെ നിയമം ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാങ്കല്പിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്ത്യനാൾ വരെ ഉണ്ടാകാനിരിക്കുന്ന മുഴുവൻ സാധ്യതകൾക്കുമുള്ള പരിഹാരമാണ്
ചോദിച്ചത്. ആ സാധ്യത ബുദ്ധിപരമായി കണ്ടെത്താവുന്ന എല്ലാ സാധ്യതകളും പരിഗണിച്ചു. ഈ സാധ്യതകൾ പോലും കാണാനും അതിന്റെ ശരി മനസ്സിലാക്കാനും പോലും നമ്മുടെ വഹാബികൾ വളർന്നിട്ടില്ല. കാരണം മദ്ഹബുകളെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കുമ്പോ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇമാമിയങ്ങൾ സാധ്യതകളെ കൊച്ചാക്കി കാണിച്ചുകൊണ്ടാണ് ഇവർ സാധാരണ പ്രസംഗിക്കാറുള്ളത്. പള്ളിയിൽ നിന്നൊരു മരം മുറിച്ചു, പള്ളിക്ക് പുറത്തേക്ക് വന്നു. ഈ പുറത്തുള്ള മരത്തിന്മേലിരുന്നാൽ എത്തിക്കാവ് കിട്ടുമോ കിട്ടൂലേ? പുറത്തുള്ള ഒരു മരം മുളച്ചിട്ട് അതിന്റെ കൊമ്പ് പള്ളിയിലേക്ക് വന്നു. എന്നാൽ ആ പള്ളിയിലുള്ള കൊമ്പിലിരുന്നാൽ എത്തിക്കാവ് കിട്ടുമോ കിട്ടൂലേ? നമ്മുടെ വീട്ടിലുള്ള ചർച്ചയാണ്. എത്രത്തോളം അവഗാഹമായി, എത്ര ഗാഠമായി, എത്ര വർഷം മുൻപ് നമ്മുടെ ഇമാമികൾ ഇത് പഠിച്ച് ആലോചിച്ചു എന്ന് ചിന്തിക്കണം നിങ്ങൾ. ചെറുതാണോ ഈ പ്രശ്നം? നമ്മളെ വഹാബികളുടെ മനസ്സിൽ ആകെ അടുക്കളയിൽ കയറ്റി കൊടുത്ത വള്ളിയുള്ളൂ. അതിനുള്ളിൽ മരം മുളക്കൂല, മുളച്ച മരം ഇട്ടുകൊണ്ടും വരില്ല. ആ പള്ളം മാത്രം മനസ്സിൽ വെക്കുന്ന ഒരു വഹാബി ചിന്തിക്കുകയാണ് പള്ളിന്റെ ഉള്ളിൽ മരം മുളച്ചു എന്ന് കണ്ടത് പറയുന്നത്. എത്ര നൂറ്റാണ്ട് മുൻപാണ് ഇത് പറയുന്നതെന്നും ഇനി എത്ര നൂറ്റാണ്ട് കാലത്തേക്കാണ് ഈ നിയമങ്ങളൊന്നും നമ്മൾ അറിയണ്ടേ? എനിക്കൊരു തൊടികയുണ്ട്, ഒരു പറമ്പ്. ആ പറമ്പിൽ ഒരു പ്രദേശം ഞാൻ പള്ളിയാക്കും. പള്ളിയാക്കിയാൽ അത് പള്ളിയല്ലാതാകുമോ? നമ്മളിവിടെ അറബിപ്പള്ളിയെ പോലെ ഒരു കെട്ടിടമുണ്ടാക്കി വാർത്ത് അടിയിൽ മൊസൈക്കിട്ട് അടിയിൽ മറ്റു പലതും പതിച്ച് നമ്മുടെ കല്ലുകളെല്ലാം പതിച്ചിട്ട് ഇന്ന് കാണുന്ന അറബിന്റെ രീതിയിലാക്കിയാൽ മാത്രമേ പള്ളിയാകുള്ളൂ. പറമ്പോ പാണമോ അവനാന്റെ നിലമോ ഒരാൾക്ക് പള്ളിയാക്കിയൂടെ? അതിലിരിക്കുന്ന മരത്തോടുകൂടെ പള്ളിയാക്കിയൂടെ? അതിലിരിക്കുന്ന മരം നമ്മുടെ ചർച്ചാ വിഷയമല്ലേ? ആ മരത്തിന്റെ കൊമ്പ് പള്ളിയുടെ പരിധിക്ക് പുറത്താണെങ്കിൽ അവിടെ പള്ളിയിലെ മരത്തിന് മേലാണ് എത്തിക്കാതിരിക്കുന്നത് എന്ന ഒരു സാധ്യതയുണ്ട്. ഇതുകൊണ്ട് എത്തിക്കാതെ ശരിയാകുമോ? പുറത്തു നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു പള്ളി മരം, ആ മരക്കൊമ്പ് പള്ളിയിൽ ഇരുന്നിട്ട് എത്തിക്കാതിരുന്നാൽ പള്ളിയിലാണെന്ന് വഴി എത്തിക്കാത്തത്. എന്നാൽ പുറത്തുള്ള മരത്തിന്റെ കൊമ്പിൽ മേലല്ലേ? രണ്ട് സാധ്യതയുണ്ട്. ഈ സാധ്യത വെച്ചുകൊണ്ട് ഏതും പള്ളിയാവുമോ എത്തിക്കാത്താവുമോ? ഇത് ആലോചിക്കാനുള്ള ശരിയായ സാധ്യതയും ബുദ്ധിയും വിവേകവും വിശാലതയും നമ്മുടെ ഇമാമുകൾക്കുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാൻ പോലും പറ്റാത്തവരാണ് നമ്മുടെ കൂട്ടരിൽ. ലിംഗം, ഒരാളുടെ ലിംഗം കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു സ്ത്രീയുടെ ജോലിയിൽ പഠിപ്പിച്ചാൽ അതുകൊണ്ട് ഉള്ളിൽ നിർബന്ധമാവോ ആവൂലേ? അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊക്കെ വരൂലേ? ബുദ്ധിപരമായ സാധ്യതയിലേക്ക് ചിന്തിക്കേണ്ട സാധ്യതയിലേക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ചിന്തിക്കണ്ടേ? നിങ്ങൾ കേൾക്കുന്നില്ലേ പത്രവാർത്തകൾ? ഓരോരോ ആളുകൾ തോന്നിവാസികളെ പിടിച്ചിട്ട് ചിലപ്പോൾ മനുഷ്യൻ ലിംഗമൊക്കെ ഛേദിക്കും. പണ്ട് ഛേദിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ റസൂലിന്റെ ആസ്ഥാനത്തിൽ ചിലരുടെ ലിംഗങ്ങൾ ഛേദിക്കപ്പെട്ടിരുന്നു. ഇന്നും ചില ക്രൂരരായ മനുഷ്യന്മാരെയോ മലയാളികളെയോ കിട്ടിയാൽ വികൃതിക്കുട്ടന്മാർ അങ്ങാടിയിൽ പൊരിച്ചു നിർത്തിയിട്ട് അവരുടെ അവയവങ്ങളൊക്കെ കണ്ടിച്ച് ഈ ലിംഗം കൊണ്ടാണ് അവർ തോന്നിയാസം കഴിക്കുന്നത്. അവരെ ഞങ്ങൾ ശരിയാക്കുന്നു പറഞ്ഞ് കുറച്ച് കുട്ടികൾ കൂടി ഒരുത്തന്റെ ലിംഗം പൊടിച്ച് കഷ്ടമാക്കിയാൽ ഈ ലിംഗം ഏതെങ്കിലും ഒരിടത്ത് ജോലിയിലെത്തിയാൽ എന്തിരിക്കും പ്രശ്നമെന്ന് പഠിക്കേണ്ട പ്രശ്നം തന്നെയല്ലേ? ബുദ്ധിയിൽ വരാത്ത പ്രശ്നമാണോ ഇത്? ഇത് പറയുമ്പോൾ ഇത്തരം സെക്സ്, ഇത്തരം ലൈംഗിക, ഇത്തരം മറ്റ് വിവരങ്ങളാണ് നമ്മളെ ഫിഖിഹിൽ പറഞ്ഞ് ഫിഖിഹിനെ പശ്ചാത്തലമാണോ പറയുന്നത്? സാധ്യതകൾ എടുക്കുമ്പോൾ ഇതിലപ്പുറമുള്ള സാധ്യതകൾ ബഹുമാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. വൈദ്യശാസ്ത്രത്തിന്റെ, ആരോഗ്യശാസ്ത്രത്തിന്റെ, ധനതത്വശാസ്ത്രത്തിന്റെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏതിന്റെയും വളർച്ചയ്ക്ക് മുൻപിൽ അല്ലാഹുവിന്റെ ഇസ്ലാം, അല്ലാഹുവിന്റെ ശറഅ് കുലുങ്ങുകയില്ല, പതറുകയില്ല, ഒരിക്കലും പതറിപ്പോവുകയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കുന്നത് നമ്മുടെ ഇമാമുകൾ വരച്ച് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ഫിഖ്ഹ് കൊണ്ടല്ലെങ്കിൽ, മദ്ഹബ് കൊണ്ടല്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ കൊണ്ടോ നിങ്ങൾ പറയുന്ന നമ്മുടെ സാധാരണ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസ് കൊണ്ടോ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം കാണാന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് ഒരു ഹാബിനെ കൊണ്ട് പറ്റുന്നില്ല. സാധാരണ നിസ്കാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പണ്ടില്ലാത്ത പ്രശ്നങ്ങൾ വരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഖുർആൻ സുന്നത്തും വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സമർപ്പിക്കുന്ന ഇവരിൽ മുജ്തഹിദുകൾ പറയുന്നത് ഈ വിഷയം സംബന്ധിച്ച് ഖുർആൻ സുന്നത്തും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എത്രയോ തവണ വ്യക്തമാക്കിയതാണ്. എന്ത് വിഷയം കൊടുത്താലും ഖുർആൻ സുന്നത്തും ഇത് സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇമാമുകൾ അതല്ല, ഖുർആനും സുന്നത്തും അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഞങ്ങളുടെ ചിന്ത, ഇതാണ് ഞങ്ങളുടെ ചിന്തയുടെ രീതി, ഇതാണ് ഞങ്ങളുടെ ഗവേഷണത്തിന്റെ തത്വങ്ങൾ, ഇതാണ് ഞങ്ങളുടെ ശാസ്ത്രം. ശാസ്ത്രീയമായ രീതി, കർമ്മശാസ്ത്രത്തിന്റെ എല്ലാ മൗലിക തത്വങ്ങളും വെച്ച്, ഗവേഷണ രീതികൾ വെച്ച്
മനസ്സിലാക്കാനോ സാധ്യതകൾ മനസ്സിലാക്കാനോ ആ സാധ്യതകളുടെ സാധ്യാസാധ്യതകൾ ആരായാനോ പ്രസക്തിയോ അതിന്റെ വാസ്തവികതയോ സാങ്കത്യമോ ബോധ്യപ്പെടാനോ പോലും മനസ്സിലാത്ത കൊച്ചു മനസ്സുകാരാണോ ഇതിനു പകരം ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്? അതും ഇരിക്കട്ടെ, നമ്മുടെ ഇമാമുകൾക്ക് ലഭിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇന്ന് ഇവിടെ ഇവർ പറയുന്നു ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ? ഇല്ല. ഈ പറയുന്ന സുന്നത്തിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇമാമുകളുടെ ലക്ഷങ്ങളൊക്കെ പോയി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ 6 ലക്ഷം ഹദീസിൽ നിന്ന് 4000 തന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ സംതൃപ്തി അടയേണ്ടി വന്നു. ബുഖാരിന്റെ കൈക്ക് വേറെ ചില ഗ്രന്ഥങ്ങളിലുള്ള സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് ഏറെ കവിഞ്ഞാൽ 10,000 അപ്പുറം പോകൂല. ലോകത്തുള്ള മുഴുവൻ ഹദീസിന്റെ ഗ്രന്ഥകാരന്മാരും കൂടി നമുക്ക് തന്നെ മുഴുവൻ പോക്കിയാൽ 10,000 കണക്കിന് അപ്പുറം പോകൂല. ലഭ്യമായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് ഇവർ പറയുന്ന വിധം ആരെങ്കിലും ഒരാൾ സ്വഹീഹ് എന്ന് വിധിയെഴുതിയിട്ടുള്ള സ്വീകാര്യത വിധിയെഴുതിയിട്ടുള്ളതാണെങ്കിലോ 10,000-ത്തിനടുത്ത് 10,000-ത്തിന് ലേശം മേലെ 10-12,000 ഏതാനും കൊടുക്കും. അതിന്റെ അപ്പുറമില്ല. ഈ 10-12,000 ഹദീസുകൾ സുന്നത്തുകൊണ്ടും 6,600 പരം ആയത്തുകൾ വാസ്തവത്തിൽ അതിൽ തന്നെ എന്താ ഉള്ളത്? ഇന്ന് കിട്ടുന്ന ഹദീസിനെ ശ്രദ്ധിക്കണം. ആകെ മൊത്തം ലഭ്യമായ ഹദീസുകളിൽ നിന്ന് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, തനിക്ക് ശേഷം വന്ന പല മഹാന്മാർ, തന്റെ മുമ്പുള്ള ഇമാം റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ നിരവധി ഹദീസുകൾ മനഃപ്പാഠമുള്ളവരാണ്. ഒരുപാട് ഹദീസുകൾ ലഭ്യമായവരാണ്. അവർ പറയുന്നത് നമ്മുടെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിധിവിലക്കുകൾ സംയോജിപ്പിച്ചിട്ടുള്ളവ, വിധിവിലക്കുകൾക്ക് ആധാരമായിട്ടുള്ളവ ആ കൂട്ടത്തിൽ 500-600 ഹദീസുകളുള്ളൂ. ഇന്ന് ലഭ്യമായ ഹദീസുകളുടെ കൂട്ടത്തിൽ നിന്ന് 500-600 ഹദീസുകൾ മാത്രമേ നമ്മുടെ ഹദീസുകളിൽ കർമ്മശാസ്ത്ര വിഷയത്തിന് വിഷയീഭവിക്കുന്ന വിധികളുമായി ബന്ധപ്പെട്ടുള്ളൂ എന്ന് പരിചയസമ്പന്നരായ ചിലർ അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ വിയോജനക്കുറിപ്പുമുണ്ട്. ഇതിന് വിയോജനം എഴുതുന്നവർ പറയുന്നത് നേർക്കുനേരെ അങ്ങനെയുള്ളൂവെങ്കിലും മറ്റ് ഹദീസുകളിൽ നിന്നും കർമ്മശാസ്ത്രപ്പെടുകൾക്ക് കർമ്മശാസ്ത്ര വിധികൾ കണ്ടെത്താൻ സാധ്യമാണല്ലോ എന്നാണ്. ഏതായാലും വഹാബിയുടെ കയ്യിൽ കിട്ടിയ കർമ്മശാസ്ത്ര ഹദീസ് 500-ന് അപ്പുറം കിട്ടൂല ഉറപ്പാണ്. ഈ 500-ന്റെ അപ്പുറമുള്ള ഹദീസുകളിലേക്കാണോ ഈ കോടാനുകോടി പ്രശ്നങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഹദീസുകൾ നോക്കിയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഇമാമുകളുടെ മദ്ഹബുകൾക്ക് പകരം ഇവർ ഉയർത്തിക്കാട്ടുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഒഴിച്ചിട്ട സുന്നത്തല്ല, അല്ലാഹുവിന്റെ ഹബീബായ നബികൾ ഒഴിച്ചിട്ട ഖുർആനല്ല. ഇവർ ആഹ്വാനം ചെയ്യുന്ന കിതാബും സുന്നത്തും ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ കിതാബ്, അല്ലാഹുവിന്റെ റസൂൽ ഒഴിച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞ കിതാബ് നമ്മുടെ കേവലം അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന മുസഹഫിൽ ക്രോഡീകരിച്ച കിതാബല്ല. കാരണം ക്രോഡീകരിക്കപ്പെട്ട ഒരു മുസഹഫ് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ല. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മുസഹഫാണ്. സ്വഹാബാക്കളുടെ ജീവിതത്തിലാണ് ഖുർആൻ. 6000-ൽ പരം ആയത്തുകൾ അവരുടെ ഓർമ്മയില്ല. ആ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതും ആവശ്യമുള്ള എല്ലാ വസ്തുക്കളുടെയും വിശദീകരണമായി അവതരിച്ചിട്ടുള്ള ഖുർആനിന്റെ സകല വിശദീകരണങ്ങളും അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ സ്വഹാബത്തിന്റെ മക്കളാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ബിസ്മില്ലാഹി എന്ന വാക്കിനെ മാത്രം ഞാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയാൽ 80 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഗ്രന്ഥകെട്ടുകൾ ഒരു വാക്കിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സർവകലാവല്ലഭനായ നബിയുടെ ഒരു സഹാബി, അദ്ദേഹത്തെ ഖുർആൻ ചെയ്യുന്ന ആൾ വാസ്തവത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ഇത് നമ്മുടെ പാഠമാണ്, അഹ്ലുസ് സുന്നത്തിന്റെ പാഠം. ആ സിദ്ദീഖുൽ അക്ബറിന്റെ വിവരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ വിവരത്തിലില്ല. എന്നിട്ടും അലിയാർ പറയുന്നത് ബിസ്മില്ലാഹിയുടെ ബാഗിന്റെ വ്യാഖ്യാനം 80 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഗ്രന്ഥകെട്ടുകൾ എഴുതാൻ മാത്രം എന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ടേ. എന്റെ ഈ പാർശ്വത്തിന്റെ അകത്ത് എത്ര ഇൽമാണെന്ന് അറിയുമോ? ഇതൊക്കെ ആര് പഠിക്കാനാണ് എന്ന് നഷ്ടബോധത്തോടുകൂടെ പറഞ്ഞിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ മനസ്സാക്ഷിയിൽ ജീവിതത്തിൽ ജീവിച്ച ഖുർആൻ, ആ ഖുർആനിന് വഹാബിന്റെ കയ്യിലില്ല. റസൂൽ ഒഴിച്ചിട്ട നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാകുന്ന വിധിവിലക്കുകൾക്ക് കേന്ദ്രമാകുന്ന വിധിവിലക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഖുർആനിന്റെ വിശദീകരണം നമ്മുടെ വഹാബി
ഖുർആന, അവർ പറയുന്ന ഖുർആൻ. സുന്നത്തുകളോ ലക്ഷക്കണക്കിന് ഹദീസുകളുള്ളവർ മനഃപ്പാഠമാക്കിയവർ കാലാകാലങ്ങൾക്കുള്ളിൽ പോയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകൾ തന്നെ അവരുടെ കാലത്തെത്തിയപ്പോൾ സ്വഹീഹായല്ലാതെ ളൈഫായിട്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് ബുഖാരിയിലെ ഹദീസൊക്കെ നമുക്ക് സ്വഹീഹാണ്. എന്നാൽ തന്നെ വഹാബി പരിശോധിച്ചാൽ ബുഖാരിയിലെ ഹദീസിൽ നിന്ന് 100-ൽ പരം ഹദീസുകളെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ സ്വഹീഹല്ലെന്ന് നിരൂപണപ്പെടുത്തുന്നുണ്ട്. ബുഖാരിയുടെ റാവികളിൽ നിന്ന് 80ഓളം റാവികളെ കുറിച്ച് നിരൂപകന്മാർ എതിരഭിപ്രായം പറയുന്നവരുണ്ട്. വഹാബികൾക്കിതൊക്കെ വായിക്കാം, വഹാബികൾക്കൊക്കെ പറയുന്നത്. എന്നാൽ പിന്നെ ബുഖാരിയിലെ ഹദീസ് തന്നെ ഇവർ ഒന്നുകൂടി നോക്കണം സ്വഹീഹ് കിട്ടാന്. മുസ്ലിമിന്റെ ഹദീസ് തന്നെ വേറെ കിട്ടണം. അത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴോ എല്ലാ ഹദീസും ദഈഫാണ്. എല്ലാ ഹദീസും ദഈഫ് മാത്രമല്ല, മൗദൂആകാം. കാരണം ഹദീസിൽ കളവ് പറഞ്ഞിരിക്കുന്നു സ്ഥിരപ്പെട്ട ഒരാൾ ലോകത്ത് എന്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്താലും അയാളുടെ ഹദീസിന് മൗദൂഅ് എന്നാ പറയാം. അങ്ങനെ വന്നാല് നമ്മൾ ഇന്നത്തെ കാലത്ത് മൂല്യന്മാരെ ഹദീസ് കിട്ടുന്നതൊക്കെ മൗദൂഅായിട്ടാണ്. എല്ലാ ഹദീസും മൗദൂഅ് അല്ലാത്ത ഒരൊറ്റ ഹദീസ് ബുഖാരിയുടെ ഹദീസ് പോലും ഇന്നത്തെ തലമുറക്ക് കിട്ടൂല. കിതാബുകളെ അംഗീകരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്, ആ കിതാബ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അനിഷേധമായി തെളിയുന്ന വസ്തുതകളുള്ളത് കൊണ്ടാണ് നമുക്ക് ഭാഗ്യം. ഇതില്ലായിരുന്നെങ്കിൽ വാമൊഴിയായി അവരുടെ കാലത്ത് തന്നെ കിട്ടിയതുപോലെ പോവുകയാണെങ്കിൽ ഇന്നൊരൊറ്റ സ്വഹീഹിന്റെ കിതാബുള്ളതും സ്വഹീഹായ ഹദീസാവില്ല. ഈ വിധമുള്ള ഹദീസുകൾ എടുത്തിട്ടാണ് പറയുന്നത്. അതിൽ തന്നെ സ്വഹീഹത്തെ രേഖപ്പെടുത്തിയത് 10-12,000. ഈ 10-12,000 ഹദീസുകളിൽ നിന്ന് വിധികളുള്ളതോ 500-600 ഹദീസിലേക്കും 6000-ൽ പരം സൂക്തങ്ങളിൽ നിന്ന് കർമ്മശാസ്ത്ര വിധികളുണ്ടെന്ന് പറയുന്നത് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഖുർആനി റളിയല്ലാഹു അൻഹു പറയുന്നു 500-500 ആയത്ത്. അത് 500-600 ആയത്തിന്റെ അപ്പുറം കർമ്മവിധികൾ ബന്ധപ്പെടുന്ന ആയത്തില്ല. 6000-ൽ പരം ആയത്തുകളിൽ 6000 ആയത്തുകളും വേറെന്താ? ഒന്നിരിക്കലോ വിശ്വാസപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കഥകൾ, അല്ലെങ്കിൽ ഗുണപാഠങ്ങൾ, അല്ലെങ്കിൽ ഉപദേശങ്ങൾ. കർമ്മശാസ്ത്രമില്ല. കർമ്മശാസ്ത്രത്തിന് നിദാനമാകാൻ പറ്റുന്നത് പോലും ആയത്തുകളുടെ കൂട്ടത്തിൽ കർമ്മശാസ്ത്രത്തിന്റെ വിധി കണ്ടെത്താൻ പറ്റുന്നവയായി വിധി കണക്കാക്കാൻ പറ്റുന്നവ, അത് ബന്ധിക്കുന്നവ പോലും 500-600 ഉള്ളൂ എന്ന് പറയുമ്പോ ഈ 500-600 ആയത്തുകളിലേക്കും 500-600 സുന്നത്തിലേക്കും കോടാനുകോടി വിഷയങ്ങൾ കൈകാര്യം ചെയ്ത മദ്ഹബിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ അറിവൂ ഞങ്ങളെ വണ്ടി കയറൂ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ഡ്രൈവറില്ലെന്ന് മാത്രമല്ലല്ലോ പ്രശ്നം, ബോഡി ഇല്ലല്ലോ, സീറ്റില്ലല്ലോ, ഒന്നുമില്ലല്ലോ, ഒരു ബസ്സോ വാഹനമോ ആകാൻ പറ്റുമോ ഒന്നും നിങ്ങൾ കയറ്റുന്ന വണ്ടിയിലില്ലല്ലോ. ആ വണ്ടിയിലേക്കാണോ നിങ്ങൾ ഈ സമൂഹത്തെ കയറ്റിയിരുത്തുന്നത്? സുഭദ്രമായ ഒരു വണ്ടിയിൽ നിന്ന് 4 സുന്ദരമായ വണ്ടികൾ, അതിന്റെ സ്പീഡുകളിൽ വ്യത്യാസമുണ്ടാകാം, ആകൃതിയിൽ വ്യത്യാസമുണ്ടാകാം, ചലിപ്പിക്കുന്ന ഡ്രൈവർമാരിൽ വ്യത്യാസമുണ്ടാകാം, അതിന്റെ സൗകര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. നല്ല റൂട്ടിലോടുന്ന 4 സുന്ദരമായ വണ്ടികൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ജനങ്ങളെ കയറ്റി പോകുമ്പോൾ നിങ്ങൾ ആ വണ്ടി നിങ്ങൾക്ക് കയറി വരുള്ളൂ. ഒഴിച്ചിട്ടുള്ളൂ നിങ്ങളുടെ വണ്ടികളൊക്കെ കാണാൻ ക്ലാസ് വണ്ടികൾ. ഈ വണ്ടികളൊക്കെ മാറ്റിയിട്ട് നല്ല വണ്ടി ഉണ്ട്, പേക്കാത്ത വണ്ടി. പക്ഷെ ഈ പേക്കാത്ത വണ്ടി കയ്യിലുള്ളത് എന്താണ്? 600 ആയത്ത്, 600 ഹദീസ്. ഈ 600 ഹദീസിന്റെ ഒപ്പം കർമ്മ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു വഹാബിക്ക് ഇന്നത്തെ കാലത്ത് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ IDF അവരുമായി നേരിടാൻ തയ്യാറാണ്. അത് ഏത് വേദിയിലും ഞങ്ങൾ തുറന്നു പറയാറുണ്ട്. അതിനുകൂടി നേർക്കുനേറിന്റെ വേദികൾ ഞങ്ങൾ ഔദ്യോഗികമായി ഉപയോഗപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വഹാബികൾ ആലോചിക്കട്ടെ, കൈവശമുണ്ട് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ഖുർആൻ പരിമിതമാണ്. ഏതാണ്ട് 500-600 മലയാള സൂക്തങ്ങളാണ് നിങ്ങൾ പറയുന്ന ഖുർആൻ. ഒരു 500-600 ഉള്ള ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കർമ്മശാസ്ത്ര ഹദീസുകളാണ് നിങ്ങളുടെ മുന്നിലുള്ള ഹദീസ്. ഈ ഖുർആൻ സുന്നത്തുകൾ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്നും 6000-ൽ പരം ആയത്തുകളുടെ അനേകായിരം മടങ്ങി വരുന്ന വിശദീകരണങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചുണ്ടാക്കപ്പെട്ട നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളുടെ മദ്ഹബുകൾക്ക് പകരമാകില്ല. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളുടെ ശിഷ്യന്മാർ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾക്ക് പകരമാകില്ല. നമ്മളുടെ ഫത്ഹുൽ മുഈനിന് പകരമാവുകയില്ല, തുഹ്ഫക്ക് പകരമാവുകയില്ല, നൂറുൽ അബ്സാറിന് പകരമാവുകയില്ല, മുതഫല്ലിദിന് പകരമാവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അല്ലാഹുവിന് വഴിപ്പെട്ടവരായി ജീവിക്കാൻ പഠിപ്പിച്ച, അല്ലാഹുവിന് നോമ്പ് നോക്കാൻ പഠിപ്പിച്ച, അല്ലാഹുവിന് നിസ്കരിക്കാൻ പഠിപ്പിച്ച, അല്ലാഹുവിന് വേണ്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം
പഠിപ്പിച്ച, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിലേക്ക് ബാധ്യതകൾ എന്തൊക്കെ വരുമെന്ന് പഠിപ്പിച്ച, ഭർത്താവുകൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കേണ്ടത് എന്തൊക്കെയെന്ന് പഠിപ്പിച്ച, എല്ലാം വിശദീകരിച്ച, ഏതാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഫിഖിലും മദ്ഹബിലും ഇല്ലാത്തത്? ഇതിനൊക്കെ പകരം കൊണ്ടുവരാൻ എന്താണ് ഇതിലൂടെ കൈവശമുള്ള ഖുർആനിലും സുന്നത്തിന്റെയും പരിഭാഷയിലുള്ളത്? ആ പരിഭാഷയാകുന്ന ഖുർആനിലേക്കും നിങ്ങൾ ഒഴിമാറ്റം നടത്തുന്ന സുന്നത്തിലേക്കും ശുദ്ധമായ മദ്ഹബുകളിൽ നിന്ന് നിങ്ങൾ ആളുകളെ ക്ഷണിക്കരുതേ എന്ന് ഖുർആനിലും സുന്നത്തിനെയും മനസ്സിലാക്കാത്ത, മദ്ഹബുകളെ ഒട്ടും മനസ്സിലാക്കാത്ത എന്റെ സുന്നികളല്ലാത്ത സഹോദരന്മാരോടും, എന്റെ പ്രിയപ്പെട്ടവരായ സുന്നികൾ, നമ്മൾ പരമ്പരാഗതമായി നമ്മുടെ ഇമാമുകളും പണ്ഡിതന്മാരും നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചു വരുന്ന വലിയ വലിയ മഹാന്മാർ വളരെ വലിയ വിനയത്തോടുകൂടെ ശാഫിഈ ഇമാമിന്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ബാക്കിൽ വന്ന് ആയിരക്കണക്കിന് തലമുറകൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ള ശിഷ്യന്മാരുടെ പരമ്പരയിലാണ് ഞങ്ങളിപ്പോൾ അവരിൽ നിന്ന് താഴെ പടിയിലുള്ളവരുടെ കിതാബുകൾ അനുസരിച്ചാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ വിധികൾ പറയുന്നത് എന്നാണ് നമ്മുടെ ഇമാമുകൾ വിനയത്തോട് കൂടെ പറയുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ വേഗം തെളിവെടുക്കുന്നത് ഫത്വയിൽ മുന്നിലാണ്. എന്നാ അള്ളാഹുവിന്റെ വിധിന് കേടില്ല, ഖുർആനിന് കേടില്ല, സുന്നത്തിന് കേടില്ല, ഒരു കേടില്ല. ഫത്വയിൽ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഫത്വയിൽ മുന്നിലിന്റെ ധാരണയിൽ പിഴവുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കവിനാൽ ശാസ്ത്രീയ ബന്ധത്തിന് മാത്രമേ ബാധിക്കൂ. ഇതുപോലെയല്ലോ വഹാബി വിധികൾ പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞു, ആരെന്ന് പറയില്ലാന്നേ ഉള്ളൂ. അല്ലാഹു പറഞ്ഞു, വേറെ ഹദീസ് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു. അന്ന് റസൂൽ പറഞ്ഞ വിധി ഇന്നതാണെന്ന നേർക്കുനേരാണ് പറയുന്നത്. ആ വിധിയല്ല, അത് പിഴവുമാണ്, ശുദ്ധ പിഴവുമാണ്. പലപ്പോഴും അങ്ങനെയാണ്. ആ പിഴവാണെങ്കിൽ പലപ്പോഴും അങ്ങനെയുമാണ്. അങ്ങനെയുള്ള പിഴവുകളെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ചേർക്കുന്നതിലേറെ എത്ര സുന്ദരമായ വിനയമാണ്, എത്ര നല്ല വിനയമാർന്ന നല്ല മനസ്സിന്റെ ഫലമാണ് മദ്ഹബുകൾക്കനുസരിച്ചുകൊണ്ട് വിധികൾ കൈകാര്യം ചെയ്തു വരുന്ന രീതി. ആ രീതിക്ക് പകരം ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഖുർആനിന്റെ സുന്നത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്ന രീതിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട സുന്നികൾ ഒരിക്കലും വേഷം മാറുന്നതും ശൈലി മാറുന്നതും ലൈൻ മാറുന്നതും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുൻപാകെ, ഈ സമസ്യയുടെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദ്ഹബുകൾക്ക് പകരം ഖുർആനും സുന്നത്തുമോ എന്ന പ്രൗഢമായ വിഷയമാണ് നാം ഇതുവരെ സാഹൂതം കേട്ടിരുന്നത്. നമ്മുടെ വിഷയാവതരണത്തിന്റെ ഒന്നാം ഘട്ടമാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാം ഘട്ടത്തിലേക്ക്, അതായത് ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നേർക്കുനേരിന്റെ പ്രഥമ ഘട്ടമാണ്. പ്രഥമ ഘട്ടം വരെ പോകാനേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുണ്ട് ഘട്ടങ്ങൾ പലതും. അതിൽപ്പെട്ട ഒന്നാണ് IDF ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായമുള്ളവരുടെ പണ്ഡിതന്മാരുമായി നേരിട്ട് സംവദിക്കാൻ എന്നേ ഒരുക്കമാണ്. ഒരുപാട് കാലമായി ഇവരുടെ പണ്ഡിതന്മാരെ ഒന്ന് നേരിൽ കിട്ടാൻ, ഒന്ന് നേരിൽ സംസാരിക്കാൻ IDF ഒരുപാട് കാലമായി പുറകെ നടക്കുകയാണ്. ഇതുവരെ IDF-ന്റെ ഈ ഒരു വെല്ലുവിളി സ്വീകരിക്കാനുള്ള ആർജവം ഇവിടെയുള്ള ഇത്തരം സംഘടനകൾക്ക് ഉണ്ടായിട്ടില്ല എന്നത് അഭിമാനപൂർവമാണ് IDF നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് നേർക്കുനേർ എന്ന ഇവിടെ നടക്കുന്ന ചോദ്യോത്തര പരിപാടിയുടെ അപ്പുറത്തെ രണ്ടാം ഘട്ടം പണ്ഡിതന്മാരുമായി നേരിട്ട് സംവദിക്കുക എന്ന നേർക്കുനേരിന്റെ മറ്റൊരു രൂപമാണ്. അതിന് തയ്യാറുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരോ പണ്ഡിതന്മാരോ നേതാക്കളോ തയ്യാറുണ്ടെങ്കിൽ ഇവിടെയുള്ള IDF-ന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടാൽ നേർക്കുനേരിൽ സംസാരിക്കാനും ചർച്ച നടത്താനും സംവാദം നടത്താനും IDF എന്നും എപ്പോഴും ഒരുക്കമാണ് എന്ന് IDF-ന് വേണ്ടി ഈ നിറഞ്ഞ സദസ്സ് വെച്ച് ഈ വിനീതൻ പ്രഖ്യാപിക്കുകയാണ്. ചോദ്യോത്തര പരിപാടി ആരംഭിക്കുകയാണ്. ഒരു മുജാഹിദിന്റെ പ്രസംഗത്തിൽ കേട്ട ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കുകയാണ്. ആ പ്രസംഗികൻ മദ്ഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ് മദ്ഹബിന്റെ ആളുകൾ ആദ്യം ചില അബദ്ധങ്ങൾ പറയും, എന്നിട്ട് ചില പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില ന്യായങ്ങളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഒക്കെ പറഞ്ഞ് അതിൽ നിന്ന് തെളിയുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അതിനൊരു ഉദാഹരണമാണ് അയാളോട് പറഞ്ഞത്. ഈ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ട് ഉളു ചെയ്താൽ ആ വെള്ളം മുസ്തഅമലാകും എന്നാണ് ശാഫിഈ മദ്ഹബ് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ശരിയായ ഹദീസിൽ നബി തങ്ങൾ തന്നെ ചെറിയ പാത്രത്തിലുള്ള വെള്ളത്തിൽ
പറഞ്ഞ് ഇതാണ് പൊതുവിൽ മദ്ഹബിന്റെ സ്വഭാവം എന്ന് അയാൾ തന്നെ പുസ്തകത്തിൽ പ്രസംഗിക്കുന്ന ഒരു ഭാഗം, അതിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ എനിക്ക് വേണ്ടത്. അതാണ് പറഞ്ഞത്. മദ്ഹബിലെ ഓരോരോ ശാഖാപരമായ മസ്തലുകൾ വിഷയങ്ങൾ എടുത്തിട്ട് ആ വിഷയങ്ങളുടെ തെളിവുകളോ അതിലെ നിലപാടുകളോ ചോദിച്ചാൽ നമ്മുടെ വിഷയം കഴിഞ്ഞു പോകും. ഇനി ഓരോരുത്തർക്കും അതൊക്കെ പറയുന്നുണ്ടാവും. മൊത്തമായി ഇവിടെ നടന്ന വിഷയം മദ്ഹബുകൾ സമ്പൂർണമാണ്, ഖുർആൻ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ്, ചിന്താധാരകൾ വ്യത്യസ്തമാണ്, വിവിധ ചിന്താധാരകളിലൂടെയാണ് ഇമാമുകളുടെ കണ്ടെത്തിയത്. അതിലൊരു ധാരയാണ് മുസ്താമലാവുക എന്ന പ്രശ്നം തന്നെ വെള്ളത്തിന് അപകടകരമല്ല. അതായത് ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുക എന്നത് വുദുവിന്റെ വെള്ളത്തിന് പ്രശ്നമാകുമോ പ്രശ്നമാകില്ലേ, രണ്ട് വീക്ഷണം മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലുണ്ട്. അതിൽ 3 മദ്ഹബ് പ്രകാരവും ഉപയോഗിക്ക വെള്ളമാവുക എന്നത് പ്രശ്നമല്ല. ശാഫി മദ്ഹബിൽ പ്രബലമായി ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുക എന്നത് പ്രശ്നമാണ്. ഇത് രണ്ടും വ്യത്യസ്ത വീക്ഷണമാണ്. ഈ വീക്ഷണം ഇസ്ലാമിക ഖുർആനിനോ ഹദീസിനോ വിരുദ്ധമാണോ അല്ലേ എന്നതാണ് വിഷയം. അത് വിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന ഒരു ഹദീസും ഒരു ഖുർആൻ കാലത്തും ഓതാൻ കഴിയില്ലെന്നും ഹദീസിനും ഖുർആനിനും വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ മദ്ഹബുകൾക്ക് പ്രവേശനമേ ഇല്ലെന്നും അനിശ്ചിതവും ഖണ്ഡിതവുമായ ഹദീസിൽ പറയാത്ത വിഷയങ്ങൾ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള വിഷയങ്ങളിലാണ് മദ്ഹബുകളിലെ ഭിന്നിപ്പൊന്നുമാണ് ഇവിടെ സംസാരിച്ചത്. അതിനെതിരായിട്ട് ആ വഹാബി പറഞ്ഞു ഒന്നുമില്ല. ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ പാത്രത്തിൽ വെള്ളത്തിൽ കൈയിട്ട് നബി കൈയിട്ടപ്പോൾ തീരെ പല സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ മദ്ഹബിന്റെ ഇമാമുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് കോരി എടുത്തു കൊടുത്താൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമ്മുടെ മദ്ഹബിൽ സാധാരണ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന നിയമമാണ്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പരിഗണിച്ചിട്ടാണ് മദ്ഹബിന്റെ ഇമാമുകൾ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ സാധ്യത തള്ളിക്കളഞ്ഞൂടല്ലോ. എന്നാൽ പിന്നെ അത്തരം സാധ്യതകളൊക്കെ പരിഗണിച്ചിട്ട് അതിനൊന്നും സാധ്യമല്ലെന്ന് കാണുമ്പോഴേ മദ്ഹബുകൾ ഹദീസുകൾക്കോ പ്രമാണങ്ങൾക്കോ വിരുദ്ധമെന്ന് പറഞ്ഞു. പ്രതിപാദിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് അല്ലെങ്കിൽ ഒരു ആർക്കും മനസ്സിലാകാത്ത ഒരു വിഷയം പ്രതിപാദിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിതനാണ്. അപ്പോൾ ഈ പറഞ്ഞത് ഒരു മനസ്സിലാകാത്ത ഭാഗമുണ്ട്. ഈ ചെറിയ കാര്യങ്ങൾ മുദ്ദകൾ പ്രതിപാദിക്കുകയില്ല, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണോ പ്രതിപാദിക്കുന്നത്? പ്രതിപാദിക്കുന്നത് വലുതാണോ ചെറുതാണോ എന്നല്ല പറയുന്നത്. വ്യക്തമായും ഹദീസിലുള്ള ഖണ്ഡിതമായും അനിഷേധ്യമായും ഹദീസിലോ ഖുർആനിലോ ഉള്ള കാര്യങ്ങൾ മുജ്തഹിദുകൾ ഗവേഷണത്തിന് വിഷയമേ ആക്കില്ല. ഗവേഷണത്തിന് വിഷയമാക്കിയിട്ടുള്ള വിഷയങ്ങൾക്കും വിധികൾക്കും മാത്രമേ മദ്ഹബുകളുടെ കാര്യങ്ങളൊന്നും പറയൂ. അത്തരം കാര്യങ്ങൾ വ്യക്തമായും ഖണ്ഡിതമായും അനിഷേധ്യമായും ഹദീസിലില്ലാത്തതും ഇജ്മാഅ് അതിന്റെ മുമ്പ് വന്നിട്ടില്ലാത്തതുമായ കാര്യങ്ങളാകുമ്പോഴേ ഇജ്തിഹാദ് എന്ന ആ ഗവേഷണം എന്ന നിർദ്ധാരണം എന്ന കാര്യം തന്നെ നടക്കൂ. അതുകൊണ്ട് അത്ര ഗഹനമായ രീതിയിലുള്ള ഗവേഷണമാണ് മദ്ഹബിന്റെ ഇമാമുകൾ നടത്തിയത്. ഗവേഷണം ചെയ്തിട്ട് കണ്ടെത്തിയ വിഷയങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യമല്ല. വുദുവിന് 6 ഫർളാണ് എന്ന് ശാഫി മദ്ഹബിൽ ഒരു നിയമമുണ്ട്. 6 ഘടകങ്ങളാണ് വുദു എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അത് നിസ്സാര കാര്യമായതാണ്. പക്ഷെ 6 ഘടകങ്ങളാണ് വുദു ശരിയാകാൻ അനിവാര്യമുള്ളൂ എന്ന വിഷയം ഇമാം ശാഫിഈയും അനുയായികളും കണ്ടെത്തുന്നത് ഖുർആനിലും ഹദീസിലും നേർക്ക് നേരെ പറഞ്ഞിട്ടില്ലാത്തതും അതിന്റെ ആഴങ്ങളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാതെ പറഞ്ഞ വിഷയങ്ങൾ നിസ്സാരമാണോ ഗഹനമാണോ എന്നല്ല. അവിടെ ചോദ്യം എന്തോ മനസ്സിലാക്കിയത് ലേശം കഴിവുണ്ട്. ഖുർആനിലും 3 നേരം നിസ്കാരം മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ 5 വക്ത നിസ്കാരം നിസ്കരിക്കുന്നു. ഇതും അതും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 5 വക്ത് നിസ്കാരം നിർബന്ധമാണെന്നത് ഇസ്ലാമിൽ അനിഷേധ്യമായി അറിയപ്പെട്ട തത്വമാണ്. അത് മദ്ഹബിന്റെ ഇമാമുകൾ ചർച്ച ചെയ്ത കാര്യമല്ല. 5 വക്ത് നിസ്കാരം നിർബന്ധമാണെന്നതിനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതേസമയം ഇമാമിയങ്ങൾ ആ വിഷയത്തെ ചർച്ച ചെയ്തു. 5 വക്ത് നിസ്കാരങ്ങളുടെ വക്ത് എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും, എപ്പോൾ അത് നിർവഹിക്കണം, 2 കൂട്ടിയിട്ട് ഒരു നേരത്ത് നിസ്കരിച്ചാൽ പറ്റുമോ, 2 കൂട്ടിയിട്ട് ഒരു നേരത്ത് നിസ്കരിക്കാൻ പറ്റൂലേ, യാത്രയിലാണോ നാട്ടിലിരിക്കുമ്പോഴാണോ, ഈ തരം വിഷയങ്ങളാണ് നമ്മുടെ ഇമാമുകൾ മദ്ഹബിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്.
സക്കാത്ത് നിർബന്ധമാണ്, റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ് എന്നിങ്ങനെയുള്ള ഇസ്ലാമിലെ പഞ്ചഘടകങ്ങളുടെ ഉത്സവവും നമ്മുടെ ഇമാമുകൾ മദ്ഹബിന്റെ വിഷയമാക്കിയിട്ട് എണ്ണിയിട്ടില്ല. അത് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതുമല്ല, അവർ ജനിക്കുന്നതിന്റെ മുൻപേ മനസ്സിലാക്കി വരുന്ന അനിഷേധ തത്വമാണ്. അതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടത്. ഇത് മനസ്സിലായി. അതുപോലെ തന്നെ ഈ 4 മതവും മാത്രം അംഗീകരിക്കുന്നതിന്റെ തത്വം എന്താണ്? ഇവരെക്കാൾ വലിയ പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ലേ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം ഷാഫി മതം, ഹനഫി മതം, ഹംബലി, മാലിക് ഇവരൊക്കെ ഉള്ളതിനെ പോലെ തന്നെ വേറെ മഹാന്മാരായ പണ്ഡിതന്മാരില്ലേ, അവർക്കും കൂടെ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. എന്തുകൊണ്ടാണ് വേറൊരു മതം ഇല്ലാണ്ട് ഇത് മാത്രം നമ്മൾ അംഗീകരിക്കുന്നത്? ഷാഫി മതം കേരളീയരെ നമ്മൾ അംഗീകരിക്കുന്നു, ഹനഫി മതമാണെങ്കിൽ തമിഴ്നാട് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതും ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ചോദ്യകർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ഒന്നും കൂടി മനസ്സിലാക്കി തരാം. നമ്മുടെ ഇമാമുകൾ മദ്ഹബുകൾ എന്ന പേരിൽ എല്ലാ വിഷയത്തിനും പിൻപറ്റാവുന്ന 4 മദ്ഹബുകളെ ലോകത്തിൽ ലഭ്യമായിട്ടുള്ളൂ. അതായത് നമ്മുടെ ഉണ്ടാക്കുന്ന കുടിക്കുന്ന ശുദ്ധീകരണത്തിന്റെ കാര്യം മുതൽ രാഷ്ട്രഭരണം കിട്ടിയാൽ നടത്തേണ്ട രാഷ്ട്രീയ ഭരണത്തിന്റെ മര്യാദകൾ വരെയുള്ള മനുഷ്യ ജീവിതത്തിലെ വിഹിത പ്രശ്നങ്ങളും തുടക്കം മുതൽ അവസാനം വരെ അധ്യായങ്ങളായി വിവരിച്ചിട്ട് ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള 4 മദ്ഹബ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതല്ലാത്ത മദ്ഹബ് പണ്ഡിതന്മാർ രേഖപ്പെടുത്താത്തത് കൊണ്ടും രേഖപ്പെടുത്തിയത് ക്രമമല്ലാത്തത് കൊണ്ടും കൃത്യമായി രേഖപ്പെട്ട് നമ്മുടെ മുന്നിൽ അടിസ്ഥാനപരമായി പരമ്പരാഗതമായി കിട്ടാത്തത് കൊണ്ടുമാണ് നമ്മുടെ മുന്നിൽ 4 മദ്ഹബ് മാത്രം ബാക്കിയായത്. അപ്പൊ അവശേഷിച്ചിരിക്കുന്നത് 4 മദ്ഹബാണെന്നതുകൊണ്ടും മദ്ഹബ് എന്ന പേരിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള മനുഷ്യന്റെ കർമ്മമേഖലയിലെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ മുഴുവൻ പ്രതിപാദിച്ചത് ഈ 4 മദ്ഹബിൽ മാത്രമായതുകൊണ്ടുമാണ് 4 മദ്ഹബിൽ മാത്രം ജനങ്ങളുടെ അനുകരണം ഒതുങ്ങി നിന്നത്. ഓരോരോ നാടുകളിലും അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ഗുരുവര്യന്മാരും അവരുടെ മുൻഗാമികളും നടത്തി പ്രചാരപ്പെട്ട രീതിയിലുള്ള മദ്ഹബുകൾ അവരവലംബിക്കും. നമ്മുടെ കേരളക്കാർ പരമ്പരാഗതമായി തന്നെ ഭൂരിപക്ഷവും ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യമാണ് കൊണ്ടുപോകുന്നത്. അതനുസരിച്ച് നമ്മളൊക്കെ ഈ ഷാഫി മദ്ഹബിൽ ജീവിക്കുന്നു. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഈ 4 മദ്ഹബിലല്ലാതെ അതിന്റെ അപ്പുറം ഒരു മദ്ഹബിലേക്ക് പോയതില്ല. ഷിയാക്കൾ എന്ന വിഭാഗത്തിലേക്ക് അവരുടേതായ ചില മദ്ഹബുകളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുകയുമില്ല. നമ്മുടെ പ്രമാണങ്ങൾ പ്രകാരം അംഗീകരിക്കപ്പെടുന്നത് ലോകത്തിൽ ലഭ്യമായത് 4 മദ്ഹബുകൾ ഉള്ളൂ എന്നതുകൊണ്ടും ക്രോഡീകരിക്കപ്പെട്ടവ അവ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടുമാണ് 4 മാത്രം പരിമിതമായത്. ബുഖാരി, മുസ്ലിം മതം അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ ഇബ്നു മാജ എന്നുള്ളവരെ ഒരു പണ്ഡിതന്റെ പറയുന്നുണ്ട്, അതും അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായി കേട്ടില്ല. ഇപ്പൊ ബുഖാരി മുസ്ലിമില്ലേ, അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റൂലേ? അതല്ല ഇവിടെ പറഞ്ഞു. ബുഖാരി മുസ്ലിം ഒക്കെ നമ്മൾ അംഗീകരിക്കേണ്ട വലിയ ഇമാമികളുണ്ട്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 6 ലക്ഷം ഹദീസിൽ നിന്ന് തനിക്ക് ഈ കിതാബിൽ കൊണ്ടുവരാൻ പറ്റുന്ന 4000 ഹദീസുകൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് മാത്രം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ മുഴുവൻ നോക്കാൻ പറ്റില്ല. ആ 4000 ഹദീസിൽ നിന്ന് തന്നെ പരലോകത്തെ പറ്റി, അള്ളാഹിനെ പറ്റി, മരണത്തെ പറ്റി, മുൻഗാമികളെ പറ്റി, നബിമാരെ പറ്റി ഒക്കെ പാഠങ്ങളാണ് അതിലുള്ളത്. കർമ്മശാസ്ത്ര വിഷയങ്ങൾ ലോകത്ത് ആകെ മൊത്തമുള്ള ലഭ്യമായ ഹദീസുകളിൽ 500-600 പരിമിതമാകും എന്നാണ് സൂക്ഷ്മത്തിലായ ഇമാമുകൾ വിലയിരുത്തി എണ്ണം പറഞ്ഞത്. ആ 500-600 ഹദീസ് ലോകത്തിൽ ലഭ്യമാകുന്ന മുഴുവൻ കിതാബുകൾ എടുത്തിട്ട് ശേഖരിച്ചാൽ പോലും നമ്മുടെ മദ്ഹബുകൾക്ക് പകരം അനുകരിക്കാൻ പറ്റുന്ന ഒരു നിയമം കണ്ടെത്താൻ നമുക്ക് നിയമം കഴിയില്ല എന്നാണ് പറഞ്ഞത്. ബുഖാരിനെ ഇബ്നു മാജയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ല. ബുഖാരി, ഇബ്നു മാജ ഒക്കെ ഞങ്ങളെ നബിമാമു റാഫിമാമു എന്നൊക്കെ പറയുന്ന